പൊന്നാളിയായ എല്ലാവർക്കും ഓണാശംസകൾ. കേരള പോലീസിന്റെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നൊരു വിഷയമാണ്. ഇത് പ്രമുഖമായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനെ അല്ലെങ്കിൽ നേതാവിന് കേരള പോലീസിലെ ചില കഴുകന്മാർ, കാബാലികന്മാർ ക്രൂരമായി മർദ്ദിക്കുന്ന വിഷയമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ, പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ എൻജോയ് ചെയ്യുന്ന സാധാരണക്കാരെ കേരള പോലീസിലെ ചില കാബാലികന്മാർ ചില സമയങ്ങളിൽ മർദ്ദിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, മാനസികമായിട്ട് പീഡിപ്പിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണയായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ ചുമ്മാ പിടിച്ച് മർദ്ദിക്കുക, ചുമ്മാ പിടിച്ച് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിരമായിട്ടുള്ള ഒരു ശൈലിയാണ്. എല്ലാവരെയും ഞാൻ അടിച്ച് വിമർശിക്കുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ പരാതി കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റാണ്. ഇപ്പോൾ എസ് ഐക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ സി ഐയുടെ അടുത്ത് പോയി പരാതി പറയും, അല്ലെങ്കിൽ സി ഐക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ DYSP അടുത്ത് പോയി പരാതി പറയും. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് പരാതി ഒതുക്കി സെറ്റിൽമെന്റ് ചെയ്ത് വിടുന്നതാണ് എന്നുള്ളൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എവിടെയാണ് നമ്മൾ പരാതി പറയേണ്ടത്? നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം പേർക്കും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ല. കേരള പോലീസിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പീഡനത്തിനെതിരെ പരാതി കൊടുക്കാൻ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 5 സ്ഥലങ്ങളിൽ കൃത്യമായി പരാതി കൊടുത്ത് ഇവൻ്റെ പണി കളയാനും അല്ലെങ്കിൽ ഇവർക്ക് സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാനും ഡിസ്മിസൽ വാങ്ങിച്ചു കൊടുക്കാനും ഇവരുടെ സാലറി ഇൻക്രിമെൻറ്റ് തടയാനും ഇവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാനും ട്രാൻസ്ഫർ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെതിരെ 5 സ്ഥലങ്ങളിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കേരള പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയാണ്. അപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ താഴെ കാണുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും പോലീസുകാരനെതിരെ പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി ഏതെങ്കിലും ഒരു DTP സെൻറ്ററിൽ പോവുക, പരാതി തയ്യാറാക്കുക, താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് ഒരു ബൈ പോസ്റ്റ് ഒരു പരാതി അയക്കുക, അയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത് നമ്മൾ പരാതി കൊടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഹോം മിനിസ്റ്ററിൻ്റെ ഓഫീസാണ്. അതായത് ആഭ്യന്തര മന്ത്രി, കേരള പോലീസിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള ആഭ്യന്തര മന്ത്രിയുടെ ഈ താഴെ കാണുന്ന അഡ്രസ്സിലേക്ക് നമ്മളൊരു പരാതി അയക്കുക. പരാതി അയക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അയാൾക്കെതിരെ, ഈ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുന്നതാണ്. മൂന്നാമത് നമ്മൾ പരാതി കൊടുക്കേണ്ടത് മനുഷ്യാവകാശ കമ്മീഷനിലാണ്. അതായത് നിങ്ങൾക്ക് ഒരു മർദ്ദനം ഏറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനസികമായി നിങ്ങളെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ ജാതി പറഞ്ഞ് പോലീസുകാരെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ കൃത്യമായിട്ടൊരു പരാതി അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുന്നതാണ്. നാലാമത് നമ്മൾ പരാതി കൊടുക്കേണ്ടത്, നിങ്ങൾ ഈ തെറി വിളി കേൾക്കേണ്ടി വന്ന നിങ്ങൾ അല്ലെങ്കിൽ മർദ്ദനം ഏൽക്കേണ്ടി നിങ്ങളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വനിതാ കമ്മീഷനിൽ പോലീസുകാർക്കെതിരെ കൃത്യമായി പരാതി കൊടുത്ത് നടപടി സ്വീകരിക്കാനായിട്ട് സാധിക്കും. വനിതാ കമ്മീഷൻ്റെ അഡ്രസ്സ് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത് നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും SC ST വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ അതത് കമ്മീഷനിൽ, അതായത് ന്യൂനപക്ഷ കമ്മീഷൻ, OBC കമ്മീഷൻ, SC ST കമ്മീഷൻ, ഇങ്ങനെയുള്ള കമ്മീഷനുകളിൽ നിങ്ങൾക്ക് കൃത്യമായി പരാതി കൊടുത്ത് ഇതിനെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. പോലീസുകാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പരാതിയുടെ സാമ്പിൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക.